ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുതിയ വചനം, പുതിയ ദിവസം. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ പഠിച്ച വചനം ഓർക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിന്റെ 10 വചനമായിരുന്നു. അത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്നിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്, എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഇന്ന് പുതിയ വചനം പഠിക്കുകയാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്ന് പഠിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 43 അധ്യായത്തിൻ്റെ 4 വചനമാണ്. 43 അധ്യായം 4 വചനം. The book of the prophet Isaiah, chapter 43, verse 4. ഇത് പറയാണ്, നീ എനിക്ക് വിലപ്പെട്ട. നമ്മളെ എത്രമാത്രം ദൈവം കരുതുന്നു, സ്നേഹിക്കുന്നു, പൊതിഞ്ഞു പിടിക്കുന്നു, നമ്മോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നൊക്കെ കാണിക്കുന്ന മനോഹരമായ സുന്ദരമായ വചനമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട്, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളെയും ഞാൻ നൽകുന്നു. Because you are precious in my sight and honored, and I love you, I give people in return for you, nations in exchange for your life. Okay? ദൈവത്തിന് ഈ ലോകത്ത് സ്നേഹിക്കാൻ മറ്റൊരാളില്ല. ദൈവത്തിന് സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ വേറൊരാളില്ല എന്നതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. പ്രശസ്ത ഫ്രഞ്ച് ഗ്രന്ഥകാരനായ ജൂലിയൻ ഗ്രീൻ എന്ന മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്ങാണ് ഞാൻ പറഞ്ഞത്. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ദൈവത്തിന് സ്നേഹിക്കാനായിട്ട് മറ്റൊരാളില്ല എന്നതുപോലെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, നമ്മെ ബഹുമാനിക്കുന്നുണ്ട്, നമ്മോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായി 3 വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. നിന്നെപ്പോലെ വേറെ ആരുമില്ല. എനിക്ക് നിന്നെ വേണം. നീ എനിക്ക് വിലപ്പെട്ടവനാണ്. നീ എനിക്ക് ബഹുമാന്യനാണ്. നീ എനിക്ക് പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. അതുകൊണ്ട് നിനക്ക് പകരമായി ഞാൻ എന്തും ചെയ്യും. നിന്നെ എനിക്ക് വേണം. അതിനെന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഏത് എക്സ്റ്റെൻഡ് വരെയും ഞാൻ പോകാൻ തയ്യാറാണ്. അതാണ് ദൈവം നമ്മോട് പറയുന്നത്. ദൈവം എന്തും നിനക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ, അതായത് നിനക്ക് എന്താണ് ആവശ്യം, എനിക്കെന്താണ് ആവശ്യം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം, അത് ചെയ്തു തരാൻ, അതായത് നല്ല കാര്യങ്ങൾ, ദൈവികമായ കാര്യങ്ങൾ ചെയ്തു തരാൻ കർത്താവ് റെഡിയാണ്. ഇത്രമാത്രം പ്രതിബദ്ധതയോടെ ദൈവം നിൽക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പ്രതിബദ്ധതയുണ്ട് ദൈവത്തോട്. ദൈവം പറയുന്നു, നീ എനിക്ക് പ്രിയങ്കരനാണ്. ഞാനും പറയണം ദൈവത്തോട്, ദൈവമേ, നീ എനിക്ക് പ്രിയപ്പെട്ടവനാ, നീ എനിക്ക് വിലപ്പെട്ടവനാ, നീ എനിക്ക് ബഹുമാന്യനാ, നിന്നെ ഞാൻ ആദരിക്കുന്നു, നീ എനിക്ക് പ്രിയങ്കരനാ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഈ ഒരു വചനം നിങ്ങൾ കാണാതെ പഠിക്കണം. കാരണം അത്രമാത്രം ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കണ്ടേ. ഈ ദിവസം നമുക്ക് ആവർത്തിച്ച് ഈ വചനം ഒന്ന് പറഞ്ഞു, കർത്താവേ, നീ എന്നെ കാണുന്ന വിലപ്പെട്ടവനായിട്ടല്ലേ, നീ എന്നെ ബഹുമാനിക്കുന്നില്ലേ, നീ എന്നെ കാണുന്നത് പ്രിയങ്കരനായിട്ടല്ലേ, അങ്ങനെ തന്നെ ഞാൻ ആയിരിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.